തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന് ജയിൽ ഉറപ്പാണോ? എന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം? കേന്ദ്രവിരുദ്ധ പ്രഖ്യാപനങ്ങളും നയങ്ങളും ഒക്കെയാണ് സ്റ്റാലിൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു മാറ്റം അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റാലിൻ അവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോക്സഭാ സീറ്റുകൾ അവിടെ 8 കുറയും. ഈ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡല പുനർനിർണയം തെക്കേ ഇന്ത്യക്ക് സ്വീകാര്യമല്ല. പിന്നെ ഭാഷ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നത് സമ്മതിക്കില്ല എന്ന് തുടങ്ങി ഒരു DMK MLA മകൻ രൂപകൽപ്പന ചെയ്ത രൂപയുടെ ഡിസൈൻ അത് സ്വീകരിക്കാതിരിക്കുക എന്നുള്ളത് വരെയുള്ള ഈ തട്ടിപ്പ് പരിപാടികളാണ് സ്റ്റാലിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റാലിൻ ഇത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് കേന്ദ്രത്തിന് വ്യക്തമായിട്ടറിയാം. അതായത് കെജ്രിവാൾ ജയിലിൽ പോയതുപോലെ സ്റ്റാലിൻ ജയിലിലേക്കുള്ള യാത്രയിലാണിപ്പോൾ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയും, ടാസ്മാക്. നമ്മുടെ നാട്ടിലെ ബിവറേജസ് കോർപ്പറേഷൻ പോലെയാണ് ഈ ടാസ്മാക്. അവിടെ മദ്യക്കടയുടെ മുമ്പിലൊക്കെ ഇതിൻ്റെ ലോഗോ കാണാം, ടാസ്മാക് എന്ന് പറഞ്ഞിട്ട്. ഈ ടാസ്മാക്കുമായിട്ട് ബന്ധപ്പെട്ട് ED റെയ്ഡുകൾ അടുത്ത കാലത്ത് നടന്നിട്ടുണ്ട്. 3 ദിവസത്തെ റെയ്ഡ് ടാസ്മാക്കിൻ്റെ ആസ്ഥാനത്തുമൊക്കെ റെയ്ഡുകൾ നടന്നിരുന്നു. ഈ റെയ്ഡുകൾ നടന്നപ്പോൾ 1000 കോടി രൂപയുടെ അഴിമതി നടന്നതായിട്ട് ED കണ്ടെത്തുകയും വളരെ ദീർഘമായ ഒരു പത്രക്കുറിപ്പ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പത്രക്കുറിപ്പിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാസ്മാക് തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് അവർക്കാണ് ഈ മദ്യക്കച്ചവടത്തിൻ്റെ ചുമതല. അപ്പം ബിവറേജസ് കോർപ്പറേഷൻ ഇവിടെ സാധാരണഗതിയിൽ എന്താണ് ചെയ്യുക? വേറെ ഈ മദ്യ കമ്പനികളിൽ നിന്ന് മദ്യം വാങ്ങിച്ചിട്ട് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് വഴി അവരുടെ തന്നെ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് വഴി വിൽക്കുന്നു കേരളത്തിൽ. ഇതുപോലെ അവിടെ ടാസ്മാക്ക് മദ്യ കമ്പനികളിൽ നിന്ന് മദ്യം വാങ്ങിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴ ഒരുപാട് ഈ ടാസ്മാക്കുമായി ബന്ധപ്പെട്ടും ടാസ്മാക്കുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നേതാക്കൾക്കും മദ്യ കമ്പനികൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. മദ്യ കമ്പനികൾ കേരളത്തിലും കോഴ കൊടുക്കും കേട്ടോ. പക്ഷേ ഇത് പുറത്തു വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ കോഴ കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഡിസ്റ്റിലറികൾ ഈ ബോട്ട്ലിംഗ് കമ്പനികളുണ്ടല്ലോ അവരുമായിട്ടൊരു ഇടപാടുണ്ടാക്കിയിട്ട് ഈ ബോട്ട്ലിംഗ് കമ്പനികൾ ഈ കൂടുതൽ ബോട്ടിലുകൾ ഉണ്ടാക്കി കൂടുതൽ ബോട്ടിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാജ കണക്ക് പെരുപ്പിച്ചുണ്ടാക്കുക. അങ്ങനെ കണക്ക് ഉണ്ടാക്കുന്നത് ഡിസ്റ്റിലറികൾക്കും ബ്രൂവറീസിനും ഒക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർക്ക് കൂടുതൽ പണം ഡിസ്റ്റിലറീസും കമ്പനികളും കൊടുത്തിട്ടുണ്ടെന്ന് കാണിക്കുന്നു ബോട്ട്ലിംഗ് യൂണിറ്റുകൾക്ക്. എന്നിട്ട് ഈ ബോട്ട്ലിംഗ് യൂണിറ്റുകൾക്ക് കൂടുതൽ പണം കൊടുത്തിട്ടുണ്ടല്ലോ, ഈ കൂടുതൽ ബോട്ട്ലിംഗ് നടന്നു എന്ന് വ്യാജ കണക്കുണ്ടാക്കിയത് കൊണ്ട് അത് ക്യാഷായിട്ട് ബാങ്കിൽ നിന്ന് വിത്ഡ്രോ ചെയ്യാണ്. വിത്ഡ്രോ ചെയ്തിട്ട് കുറച്ച് കമ്മീഷൻ ഈ ബോട്ട്ലിംഗ് കമ്പനികൾക്ക് കൊടുക്കും. ബാക്കി പൈസ ഈ DMK മന്ത്രിമാർക്ക്, സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർക്ക്, സ്റ്റാലിൻ്റെ പേരിപ്പോൾ ED പറഞ്ഞിട്ടില്ല, പക്ഷേ നമുക്കത് വായിച്ചാൽ മനസ്സിലാവും, സർക്കാരിനും സർക്കാരിനെ നയിക്കുന്നവർക്കും, പ്രത്യേകിച്ച് ഈ ഡിസ്റ്റിലറികളുണ്ടല്ലോ മദ്യ കമ്പനികൾ എന്ന് പറയുന്നത്, അത് ടാസ്മാക്കുമായി ബന്ധപ്പെടുന്ന ഭൂരിപക്ഷം കമ്പനികളും DMKക്കാരുടെയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു DMK സെറ്റപ്പാണ് ഈ ടാസ്മാക്കും ബോട്ട്ലിംഗ് യൂണിറ്റുകളും ഇതിൻ്റെ അകത്ത് അഴിമതിയും എല്ലാം കൂടി. DMKക്കാരുടെ ഡിസ്റ്റിലറികളാകുമ്പോൾ DMKക്കാർ അത് നടത്തുന്നവർ മാസം ഇത്ര രൂപ കൊണ്ടുപോയി മറ്റേ സ്റ്റാലിനും കൂട്ടർക്കും ഉദയനിധിക്കുമൊക്കെ കൊടുക്കണം എന്നുള്ളതായിരിക്കുമല്ലോ അതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഇടപാടുകളെല്ലാം കൂടി ഇപ്പോൾ 1000 കോടി രൂപയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് പശ്ചാത്തലത്തിലുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ മുമ്പൊക്കെ എനിക്കറിയാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ അടുത്ത് സിവിൽ സപ്ലൈസോ വൈദ്യുതി വകുപ്പോ മറ്റോ ഉണ്ടെന്നിരിക്കട്ടെ, അതിൻ്റെ കൂട്ടത്തിൽ അയാൾക്ക് ചലച്ചിത്ര അക്കാദമിയും കൂടി ഉണ്ടെന്നിരിക്കട്ടെ, ഈ കോൺട്രവേഴ്സി മുഴുവൻ ഈ ചലച്ചിത്ര അക്കാദമിയുമായി ബന്ധപ്പെട്ടായിരിക്കും. ഇപ്പുറത്ത് നടക്കുന്ന അഴിമതിയൊന്നും ചാനലും
മറ്റു മാധ്യമപ്രവർത്തകരും അപ്പോൾ ശ്രദ്ധിക്കാതെ പോകും. ഇങ്ങനെയൊക്കെ ചില മന്ത്രിമാരൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മറ്റിടത്ത് അടൂർ ഗോപാലകൃഷ്ണനെ പുറത്താക്കുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കും, ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും, ഇതിൻ്റെ പിന്നാലെ നിൽക്കും എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ പശ്ചാത്തലത്തിൽ ഈ ഭാഷ ലോക്സഭാ സീറ്റ് എന്ന് പറഞ്ഞിട്ട് കേന്ദ്രത്തിനെതിരെ ഇയാൾ പെട്ടെന്ന് ഇങ്ങനെ മൂപ്പിക്കുന്നുണ്ടല്ലോ സ്റ്റാലിൻ. മൂപ്പിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്നത് ഈ അഴിമതിയാണ്. ഏത് ദിവസമാണ് സ്റ്റാലിൻ്റെ വീട്ടിൽ മറ്റേ ED മുട്ടുന്നത് എന്നുള്ളതനുസരിച്ചായിരിക്കും. ഇവിടെ ഇപ്പോൾ K. രാധാകൃഷ്ണൻ പഴയ മന്ത്രിയുടെ വാതിലിൽ മുട്ടിയിട്ടുണ്ടല്ലോ, ED കരുവന്നൂർ ബാങ്ക്. അത് അവസാനം വന്നതാണല്ലോ. എനിക്ക് സൗകര്യമുള്ളപ്പോൾ മധുര പാർട്ടി കോൺഗ്രസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഹാജരാകാമെന്ന് രാധാകൃഷ്ണൻ പറയുന്നത്. അത് രാധാകൃഷ്ണൻ്റെ കയ്യിലിരിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഈ ഹാൻഡ് ഇൻ ഗ്ലോ വിത്ത് ലിക്കർ ബേറൻസ് എന്ന് EDയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്. ആര്? DMK-ക്കാർ. അതങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. DMK-ക്കാർ ഈ മദ്യപ്രഭുക്കളുമായി കൈകോർത്ത് നടക്കുകയായിരുന്നു എന്നാ വലിയ പത്രക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. EDയുടെ 2 പേജ് ആണ് പത്രക്കുറിപ്പ്. 3 ദിവസം ആണ് ED റെയ്ഡ് നടത്തിയത്. അപ്പോൾ ഡിസ്റ്റിലറിക്കാർ ഇങ്ങനെ നിരന്തരം ചെലവ് കൂട്ടി കാണിച്ചുകൊണ്ടിരുന്നു. വ്യാജ പർച്ചേസുകൾ ആണ് കാണിച്ചത്. വാങ്ങിച്ചു എന്ന് കാണിക്കുന്നതൊക്കെ ബോട്ടിലിംഗ് എന്നൊക്കെ പറയുന്നതൊക്കെ ഊതിപ്പെരിപ്പിച്ച കണക്കുകളായിരുന്നു, വ്യാജമായിരുന്നു. വ്യാജ കണക്കുകൾ ധാരാളം ഉണ്ട്. അങ്ങനെ ബോട്ടിലിംഗ് കമ്പനികൾ വഴി 1000 കോടി രൂപയുടെ അൺഅക്കൗണ്ടഡ് ക്യാഷ് ഉണ്ടാക്കി. അക്കൗണ്ടിൽ കാണിച്ചില്ല. കാരണം ഈ അക്കൗണ്ടിൽ കാണിക്കാത്ത 1000 കോടി രൂപയാണ് കോഴയായിട്ട് സ്റ്റാലിൻ്റെ കയ്യിലേക്ക് പോയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കണക്കിൽ കാണിക്കാതെ 1000 കോടി രൂപ ഉണ്ടാക്കി ഈ ഡിസ്റ്റിലറികളും ബോട്ടിലിംഗ് യൂണിറ്റുകളും വഴി. അങ്ങനെ ടാസ്മാക്ക്, ഈ മദ്യമന്ത്രി, പിന്നെ ലിക്കർ കമ്പനികൾ, ഇവരെല്ലാം ഇതിൻ്റെ അകത്ത് ഉത്തരവാദികളാണ്. ഡിസ്റ്റിലറികളിൽ നിന്ന് ഇത് സംബന്ധിച്ച രേഖകൾ മറ്റേ ED പിടിച്ചെടുത്ത് കഴിഞ്ഞു. ഇത് സംബന്ധിച്ച രേഖകളൊക്കെ കിട്ടി. ടാസ്മാക്ക് ആസ്ഥാനത്ത് മറ്റേ റെയ്ഡ് നടന്നു. ഇനി കമ്പനികൾ, റെയ്ഡ് നടന്ന കമ്പനികളുടെ പേര് SNJ, KALS, Accord, SAIFL, ശിവ ഡിസ്റ്റിലറീസ്. ഈ ശിവ ഡിസ്റ്റിലറി കേരളത്തിലും നന്നായിട്ട് ഈ കോഴ കൊടുക്കുന്നൊരു ഡിസ്റ്റിലറിയാണ് കേട്ടോ, ശിവ ഡിസ്റ്റിലറി. പിന്നെ ബോട്ടിലിംഗ് കമ്പനികൾ, അതിൻ്റെ പേരുകൾ ദേവി ബോട്ടിൽസ്, ക്രിസ്റ്റൽ ബോട്ടിൽസ്, GLR ചെന്നൈ, കരൂർ. GLR എന്ന് പറഞ്ഞ കമ്പനി ചെന്നൈ, കരൂർ, പുതുക്കോട്ടൈ, അവിടെയൊക്കെ ഉണ്ട് യൂണിറ്റുകൾ. ഇത്തരം കമ്പനികളുടെ പേരും ഇവിടെയൊക്കെ റെയ്ഡ് ED നടത്തി കഴിഞ്ഞു. രേഖകളൊക്കെ ആയി, കുറച്ചുകൂടി അത് പരിശോധന തീരാനുണ്ട്. ഈ 1000 കോടി രൂപ കോഴയ്ക്കാണ് ഉപയോഗിച്ചത്. EDയുടെ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് 1000 കോടി രൂപ. ടാസ്മാക്കിൽ നിന്ന് കൂടുതൽ സപ്ലൈ ഓർഡർ ബോട്ടിലിംഗ് യൂണിറ്റ്, കൂടുതൽ സപ്ലൈ ഓർഡർ മദ്യക്കമ്പനികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോഴ കൊടുക്കുന്നത്. ഈ മദ്യക്കമ്പനികൾ കുറേ എണ്ണത്തിൻ്റെ പേര് പറഞ്ഞില്ലേ, അവർക്ക് കൂടുതൽ മദ്യത്തിൻ്റെ ഓർഡർ വേണമല്ലോ ടാസ്മാക്കിൽ നിന്ന്, അതിന് കോഴ കൊടുക്കണം. അതിന് വേണ്ടിയാണ് ഈ 1000 കോടി രൂപ ഇങ്ങനെ ഉണ്ടാക്കിയത്. ബോട്ടിലിംഗ് കമ്പനികൾ ഇതിൽ പ്രധാന പങ്ക് വഹിച്ചു. അവർ സെയിൽസ് ഫിഗർ കൂട്ടിക്കാണിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, കൂട്ടിക്കാണിച്ചു. ഡിസ്റ്റിലറികൾക്ക് കൂടുതൽ പേയ്മെൻറ്റ് റൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ആ പണം പിൻവലിച്ചു ക്യാഷായിട്ട്. ഇത് ഞാൻ നേരത്തെ ചുരുക്കി പറഞ്ഞിരുന്നു. ക്യാഷായിട്ട് പിൻവലിച്ചു. എന്നിട്ട് കമ്മീഷൻ കുറച്ചിട്ട് ബാക്കി മടക്കി കൊടുത്തു, സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുത്തു. ആദ്യം ഇത് വിജിലൻസാണ് കണ്ടെത്തിയത്. അവിടുത്തെ സർക്കാരിൻ്റെ വിജിലൻസ് തന്നെയാണ് ഇത് പിടിച്ചത്. കാരണം വിജിലൻസോ ഉദ്യോഗസ്ഥന്മാരോ ഇത് കണ്ടുപിടിച്ചില്ലെങ്കിൽ പിന്നെ അവർ ഉത്തരവാദികളാവും. അത് കഴിഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ED FIR ഇട്ടത്. 3 പ്രശ്നങ്ങൾ ED കണ്ടെത്തി. ഒന്ന്, ടാസ്മാക്ക് ഔട്ട്ലെറ്റ്സ്. ടാസ്മാക്കിൻ്റെ ഈ ഔട്ട്ലെറ്റ്സ് ഉണ്ടല്ലോ, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ്, അവർ MRPയിൽ കൂടുതൽ പണം ഈടാക്കുന്നു. കുപ്പിയിൽ MRP ഇത് വെച്ചിട്ടുണ്ടാവും, അതിനേക്കാൾ കൂടുതൽ ഈ കൗണ്ടറിൽ വരുന്ന ആളുകളുടെ നിന്ന് 10 രൂപ മുതൽ 30 രൂപ വരെ ഈടാക്കുന്നു. ഒന്ന്, ഡിസ്റ്റിലറികൾ
സപ്ലൈ കരാറിന് കോഴ കൊടുക്കുന്നു. മുതിർന്ന ടാസ്മാക് ഉദ്യോഗസ്ഥർ റീറ്റെയിലർമാരിൽ നിന്ന് കോഴ വാങ്ങുന്നു. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, ടാസ്മാക് ഔട്ട്ലെറ്റുകളിൽ ബില്ല് കൊടുക്കുന്നില്ല. ആ കൗണ്ടറിൽ വാങ്ങാൻ വന്ന ആളുകൾക്ക് ബില്ല് കൊടുക്കുന്നില്ല. സമാന്തര ലിക്കർ വിൽപ്പനയാണ് ആ നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ബോട്ടിലുകളിൽ എക്സൈസ് മുദ്രയില്ല. അങ്ങനെ കൊടുക്കുന്ന സമാന്തര വിൽപ്പനയുണ്ടല്ലോ, അതിൽ എക്സൈസ് വകുപ്പിൻ്റെ മുദ്രയില്ല. കൂടിയ വിലയ്ക്കാണ് ഈ വിൽക്കുന്നത്. 3, ഔട്ട്ലെറ്റുകളിൽ 10 രൂപ മുതൽ 30 രൂപ വരെയാണ് കൂടുതൽ വാങ്ങുന്നത്. ഇങ്ങനെ 3 പ്രശ്നം ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ടെൻഡറുകളിൽ ട്രാൻസ്പെറൻസി ഇല്ല, സുതാര്യതയില്ല ഈ കമ്പനികൾക്ക് കൊടുക്കുന്ന ടെൻഡറുകളിൽ. കാരണം സൗകര്യമുള്ള കമ്പനികൾക്കാണ് കൊടുക്കുന്നത്. കൂടുതൽ കോഴ കൊടുക്കുന്ന കമ്പനികൾക്കാണ് ടെൻഡറുകൾ കൊടുക്കുന്നത്. അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. 100 കോടി രൂപ ബാർ ലൈസൻസ് ടെൻഡറുകളുടെ കാര്യത്തിൽ GSTയും പാൻ നമ്പറും ഇല്ലാതെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ കച്ചവടത്തിലൊന്നും GST കാണുന്നില്ല, പാൻ നമ്പറും കാണുന്നില്ല. അപ്പോൾ അഴിമതി നിരോധന നിയമം അനുസരിച്ചിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ അഴിമതി ആരാണ് കാണിച്ചിരിക്കുന്നത്, അഴിമതി നിരോധന നിയമം ആരാണ് ലംഘിച്ചിരിക്കുന്നത്, അവിടെയാണ് സ്റ്റാലിനൊക്കെ പിടിവീഴാൻ പോകുന്നത്. ധനമന്ത്രി ആയിരുന്ന PTR പളനിവേൽ രാജനെ മുമ്പ് അവിടുന്ന് നീക്കിയിരുന്നു. അത് നമ്മൾ ഓർക്കേണ്ടതാണ്. അതായത് അണ്ണാമല ഉണ്ടല്ലോ, BJPയുടെ പ്രസിഡന്റ് അണ്ണാമല ഒരു ഓഡിയോ ക്ലിപ്പ് 2023 മെയ്യിൽ ഒരു പത്രസമ്മേളനത്തിൽ പുറത്തിറക്കിയിരുന്നു. 26 സെക്കൻഡ് ഒരു വീഡിയോ ക്ലിപ്പ്. ധനമന്ത്രി PTR പളനിവേൽ രാജൻ്റെ ഓഡിയോ ക്ലിപ്പായിരുന്നു അത്. ഉദയനിധി സ്റ്റാലിനും സ്റ്റാലിൻ്റെ മരുമകൻ V ശബരീശനും കൂടി 30,000 കോടി രൂപയുടെ അഴിമതി നടത്തുന്നു എന്ന് ധനമന്ത്രി പറയുന്ന ഓഡിയോ ക്ലിപ്പായിരുന്നു അത്. അതിലേക്കുള്ള ഒരു റൂട്ടും കൂടിയാണ് ഇപ്പോഴത്തെ ഈ 1000 കോടി 30,000 കോടി രൂപയുടെ മൊത്തം അഴിമതിയുടെ. അപ്പോൾ തമിഴ്നാട്ടിൽ 4830 റീറ്റെയിൽ ഔട്ട്ലെറ്റുകളാണ് ഉള്ളത് ടാസ്മാക്കിൻ്റെ. അത്രയും സ്ഥലത്തും അഴിമതി നടന്നിട്ടുണ്ട്. പ്രതിദിനം ഒരു ദിവസം 150 കോടി രൂപയുടെ കച്ചവടമാണ് അവിടെ നടക്കുന്നത്. നമുക്കിവിടെ ഓണത്തിനൊക്കെ ഒരു ദിവസം നടക്കുന്നതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. 75% മദ്യവും DMK കാരുടെ ഡിസ്റ്റിലറികളിൽ നിന്നും കമ്പനികളിൽ നിന്നുമാണ് വാങ്ങുന്നത്. ഇത്രയും ED കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം മേരയ്ക്ക് എന്താ തോന്നുന്നത്? ക്രമക്കേടുകൾ ഒരുപാട് നടന്നിട്ടുണ്ട്. അപ്പം കണ്ട് അറിയേണ്ട കാഴ്ച തന്നെയാണ് സ്റ്റാലിൻ. ഒന്നെങ്കിൽ ജയിലിലുണ്ടാവും, അല്ലെങ്കിൽ തമിഴ്നാട് ഭരിക്കും. തമിഴ്നാട് ആര് ഭരിക്കുന്ന? സ്റ്റാലിനോ? സ്റ്റാലിൻ ജയിലിലേക്കുള്ള യാത്രയിലാണ്. കേന്ദ്രം പൂട്ടും. കേന്ദ്രം പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ 1938 പെരിയോറും അണ്ണാദുരയും എല്ലാം കൂടി ഉണ്ടാക്കിയിരുന്ന ഒരു പഴയ സമരമാണ് ഈ ഭാഷയുടെ, ഹിന്ദി ഭാഷ. അത് കേന്ദ്രത്തിനെതിരെ പറയാവുന്നത് 1938 തുടങ്ങിയൊരു സമരമാണത്. ആ സമരം ഇപ്പോഴും ക്ലച്ച് പിടിക്കുമെന്ന് നോക്കുകയാണ്. കേന്ദ്രത്തിനെതിരെ പറയാൻ ഇത്രയേ ഉള്ളൂ. അല്ലാതെ മോദി അഴിമതി നടത്തി എന്ന് പറയാനുള്ള വകുപ്പൊന്നും കാണാനില്ലല്ലോ. സ്റ്റാലിൻ 1000 കോടി രൂപയുടെ അഴിമതി തെളിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ED ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പൂട്ടി വീഴും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.